നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെന്ത് പറഞ്ഞു, 2 നോൺ പാരാമെട്രിക് 2 സാമ്പിൾ ടെസ്റ്റ് പറഞ്ഞു. മൂന്നാമത്തതാണ് മീഡിയൻ ടെസ്റ്റ്. ഈ മീഡിയൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചെങ്കിൽ, നമ്മൾ എടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള 2 സാമ്പിൾസിൻ്റെയും മീഡിയൻ സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലത്തെ സ്റ്റെപ്പുകൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒബ്സർവേഷൻസിനെയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക. നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി മീഡിയൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലതൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം, എബവ് മീഡിയൻ ബിലോ മീഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ, പൂൾഡ് സാമ്പിൾ സൈസ് അതായത് മൊത്തം കൂടിയിട്ട് 30യുടെ താഴെയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 5ലേക്ക് പോവുക. എങ്ങനെ 5? അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് പി ഗിവൺ പി പ്ലസ് ക്യൂ എന്നാണ്. അതായത് n1 സി പി ഇൻറ്റു n2 സി ക്യൂ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 സി പി പ്ലസ് ക്യൂ. പി എന്ന് പറഞ്ഞാൽ സാമ്പിൾ 1ലുള്ള എബവ് മീഡിയനും ക്യൂ എന്ന് പറഞ്ഞാൽ സാമ്പിൾ 2ലുള്ള എബവ് മീഡിയൻ വാല്യൂസും. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ സിഗ്നിഫിക്കൻസ് ലെവലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഇനി സൈസ് സ്മോൾ അല്ലെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. കൈ സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു മോഡുലസ് പി എസ് മൈനസ് ക്യു ആർ മൈനസ് n/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ് ഇൻറ്റു പി പ്ലസ് ആർ ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഇനി കൈ സ്ക്വയർ ടേബിളിൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ സിഗ്നിഫിക്കൻസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മളെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 13 ആണ്, അത് ലെസ് ദാൻ 30 ആണ്, അപ്പോൾ സ്മോൾ സാമ്പിളാണ്. നമ്മളതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. 20, 23, 25, 27 എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തു. അതിൻ്റെ മീഡിയൻ കണ്ടുപിടിച്ചു. മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 35 ആണ്. അപ്പോൾ നമുക്ക് എബവ് മീഡിയൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, പിയും ക്യൂ. ഇത് പി, ഇത് ക്യൂ ആയിട്ട് എടുത്തു. നമ്മുടെ ഇക്വേഷൻ എന്താ, n1 സി പി ഇൻറ്റു n2 സി ക്യൂ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 സി പി പ്ലസ് ക്യൂ ആണ്. നോക്ക്, അങ്ങനെ നമ്മൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 7c3 ഇൻറ്റു 6c3 ഡിവൈഡഡ് ബൈ 13c6 വന്നു. അതിൻ്റെ വാല്യൂ 0.408 ആണ്. നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ എത്രയാണെന്നുള്ള ആൽഫ ഈക്വൽ ടു 0.05 ആണ് തന്നിട്ടുള്ളത്. അതെന്താണ്, അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ സിഗ്നിഫിക്കൻസ് ലെവലാണ്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തീസിസ് എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. നൾ ഹൈപ്പോത്തീസിസ് പറഞ്ഞാൽ 2 സാമ്പിളിനും സെയിം മീഡിയൻ ആണെന്ന്. അപ്പോൾ അതെന്ത് ചെയ്തു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് മീഡിയൻ ടെസ്റ്റ്. ഇനി രണ്ടാമത്തെ പറഞ്ഞാണ് വിൽക്കോക്സൺ മാൻവൈറ്റ്നി യു ടെസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്, 2 സാമ്പിൾസ് ഉണ്ട്, ഐഡൻറ്റിക്കൽ പോപ്പുലേഷൻ. ഇത് ടി ടെസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യണ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് എന്ത്, വിൽക്കോക്സൺ മാൻവൈറ്റ്നി യു ടെസ്റ്റ്. ഇതിൽ കുറേ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻസ്, നമ്മൾ 2 സാമ്പിൾസ് എടുത്തുള്ള അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഐഡൻറ്റിക്കൽ ആണോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളെ പ്ലേസ്ബോ എന്ന് പറയുന്ന ഇതിൻ്റെയും അതുമാതിരി സ്കോർ അണ്ടർ ഡ്രഗ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ നോക്കുക, അവിടെ 50 അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ 15, 16, 50 എന്നുള്ളത് ഫസ്റ്റത്തെ പ്ലേസ്ബോൻ്റെയാണ്, അപ്പോൾ അതിന് എക്സ് കൊടുത്തു. 60 എന്നുള്ളത് ഡ്രഗ്സിലത്തെയാണ്, അപ്പോൾ അതിന് വൈ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ റാങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സാമ്പിളിൽ എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം. സെക്കൻഡ് സാമ്പിളിൽ 9 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ വൈയുടെ കേസിൽ വൈയുടെ റാങ്കുകളൊക്കെ കൂടി കൂട്ടുക. വൈയുടെ റാങ്ക് ഏതൊക്കെ, 2 + 4 + 8 + 11 + 12 + 13 + 14 + 15 + 16 ഈക്വൽ ടു 95 കിട്ടി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. യു ഈക്വൽ ടു n1 n2 + n2 ഇൻറ്റു n2 + 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് s2. n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ എക്സിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 13 കിട്ടി. ഇനി നമ്മൾ n1 എന്നുള്ളത് 7ഉം n2 എന്നുള്ളത് 9ഉം. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 13 ആണ്. ഇനി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ n1 എന്നുള്ളത് 7ഉം n2 എന്നുള്ളത് 9ഉം ആൽഫ ഈക്വൽ ടു 0.05 ആണ്. ഇതാണ് നമ്മുടെ ടേബിൾ വരുന്നത്. ഇവിടെ കണ്ട n2 തന്നിട്ടുണ്ട്, n1 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ n1 എന്നുള്ളത് എത്രയാണ് വന്നത്, 7, n2 എന്നുള്ളത് 9, ആൽഫ എന്നുള്ളത് 0.05. അപ്പോൾ അതിൽ വരുമ്പോൾ നോക്കുമ്പോൾ എത്ര കിട്ടി, 12 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ 13 ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, H0 റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എന്തല്ല, ഐഡൻറ്റിക്കൽ അല്ല എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് കെ സാമ്പിൾ ടെസ്റ്റ്. ഇതുവരെ പറഞ്ഞത് 2 സാമ്പിൾ 1 സാമ്പിൾ. ഓക്കെ. ഇനി അടുത്തതാണ് ലാസ്റ്റ് വരുന്നതാണ് ഏത്, കെ സാമ്പിൾ ടെസ്റ്റ്. അതിന് എക്സാമ്പിളാണ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. ഇതിലെന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മളൊക്കെ പൂൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ലോവസ്റ്റിന് റാങ്ക് 1 കൊടുക്കുക. അങ്ങനെ ഇനി ടൈ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് കണ്ടിട്ട് എടുക്കും. ഇനി നമ്മൾ ക്രുസ്കൽ വാലിസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് chi-square ടെസ്റ്റാണ്. അതിൻ്റെ ടെസ്റ്റ് എന്താ, H = 12/n × n+1 summation I = 1 to n ri² - 3 × n+1. ഇനി അതെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു കെ സാമ്പിൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ കേത്ത് സാമ്പിളിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് NI എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള RI എന്ന് പറഞ്ഞാൽ ആ NI നമ്മളെടുത്തുള്ള കേത്ത് സാമ്പിളിലുള്ള എലമെൻസിൻ്റെ റാങ്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സും വൈ എടുത്തപ്പോൾ എക്സിൻ്റെ റാങ്കൊക്കെ കൂടി ആഡ് ചെയ്യുക പറഞ്ഞില്ലേ, അതുപോലെ. ഇനി കാൽക്കുലേറ്റഡ് വാല്യൂ റിജക്റ്റ് ചെയ്യപ്പോഴാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യപ്പോഴാണ് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ, chi-squareൻ്റെ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യും. ഇത് നമ്മൾ മാൻ വൈറ്റ്നിയിൽ പറഞ്ഞത്, മാൻ വൈറ്റ്നി അല്ല, മറ്റേ വിൽക്കോക്സ് മീഡിയൻ ടെസ്റ്റിൽ നമ്മൾ ലാർജ് സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, chi-squareൻ്റെ ഡിഗ്രി 1ൻ്റെ ടേബിൾ നോക്കാൻ പറഞ്ഞു. ഇവിടെ കെ സാമ്പിൾ എടുക്കണമെങ്കിൽ K-1 ഉള്ളതിലാണ് ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇത്രയാണ് അപ്പോൾ ഇതിലുള്ളത്. നമ്മളിവിടെ ക്രുസ്കൽ വാലിസ് ടെസ്റ്റിൽ എന്താ നോക്കണമെന്ന് വെച്ചെങ്കിൽ എല്ലാ സാമ്പിൾസും വരുന്നത് സെയിം പോപ്പുലേഷനിൽ നിന്നാണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്, നൾ ഹൈപ്പോത്തിസിസ്.